അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അഹമ്മദ് നസീം ബാഖവി ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ടുകൊണ്ട് മുസ്ഹഫിൽ നോക്കി ഖത്തം ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഇതിൻ്റെ സനദ് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിലെ ഇമാമുകളായ കാരിയങ്ങളായ ഹാഫിലീങ്ങളായ ഉസ്താദുമാരിൽ നിന്ന് ഖിറാഅത്തിൻ്റെ സനദൊക്കെ കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട ഉസ്താദാണ് നമുക്ക് ഖിറാഅത്ത് ഓതുന്നത്. ആ ഉസ്താദിൻ്റെ ഓത്ത് കേട്ട്, ആ ഉസ്താദിൻ്റെ ഓത്ത് യൂട്യൂബിൽ ഇങ്ങനെ ഉറക്കനെ വെക്കുക, നമ്മൾ മുസാഫ് തുറന്നു വെച്ച് മുസാഫിൽ നോക്കി മെല്ലനെ ഓതുക. ഇങ്ങനെയാണ് ഈ ഖത്തം നമ്മൾ പൂർത്തിയാക്കേണ്ടത്. എവിടെയെങ്കിലും തെറ്റ് വന്നു സംഭവിച്ചു എന്ന് സംശയം തോന്നിയാൽ ഓത്തൊന്ന് തൽക്കാലത്തേക്ക് നിർത്തുക, എന്നിട്ട് ആ തെറ്റ് തിരുത്തി വീണ്ടും വീഡിയോ പ്ലേ ചെയ്ത് ഇങ്ങനെ ഓതുക. ഒരു ദിവസം ഒരു വട്ടം ഓതിയാൽ ഈ ഖത്തം തീരുമ്പോൾ ഒരു ഖത്തം പൂർത്തിയാകും. ഒരു ദിവസം നാം ഓതുന്ന രണ്ട് വട്ടം ഓതിയാൽ, ഓരോ ദിവസം 2 വട്ടം വീതം ഓതിയാൽ, രാവിലെ ഒരു വട്ടം ഓതുക, ഉച്ചക്ക് പിന്നെ ഓതുക, മഗ്‌രിബിനെ വേറെ ഓതുക, അങ്ങനെ 3 വട്ടം ഓതുകയാണെങ്കിൽ 3 ഖത്തം പൂർത്തിയാകും. നിങ്ങളുടെയൊക്കെ ഒഴിവ് പോലെ, സന്ദർഭം പോലെ ഖത്തമുകൾ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ 5 ഖത്തം വരെ ഓതിയവരുണ്ടായിരുന്നു, 7ാം ഘട്ട ഖത്തമുൽ ഖുർആൻ മജ്‌ലിസിൽ. എന്നാൽ 6ാം ഘട്ട ഖത്തമുൽ ഖുർആൻ മജ്‌ലിസിൽ 6 ഖത്തം വരെ ഓതിയവരുണ്ടായിരുന്നു. അള്ളാഹു ഇതുവരെ ഓതിയവരെയും ഇനി ഓതാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഖത്തം ഓതണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട്. പക്ഷേ അത് ഓതിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് നീട്ടേണ്ടത്, ഇവിടെ എങ്ങനെയാണ് മണിക്കേണ്ടത്, ഇവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് എന്നറിയാതെ ഖത്തം പൂർത്തിയാക്കാൻ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവർക്കുള്ള ഒരു വഴികാട്ടിയാണ് നമ്മുടെ MS വോയിസിൻ്റെ ഖത്തമുൽ ഖുർആൻ മജ്‌ലിസ് എന്ന ഈ ചാനൽ. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഖത്തം ഓതാം. ഉസ്താദ് ഓതുന്നത് പോലെ ഓതുക, ഉസ്താദ് നിർത്തുന്നത് പോലെ നിർത്തുക, ഉസ്താദ് മണിക്കുന്നത് പോലെ മണിക്കുക, ഉസ്താദ് നീട്ടുന്നത് പോലെ നീട്ടുക. അങ്ങനെ അത്ര അങ്ങോട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും കഴിയുന്നത് പോലെ ചെയ്ത് അങ്ങനെ സാവധാനം ഖുർആൻ ഓതി ഖത്തം തീർക്കുക. വല്ലോണം ഒരു ഖത്തം തീർക്കാതെ നല്ലോണം ഒരു ഖത്തം തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സുന്ദരമായ മജ്‌ലിസിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് അവരെയും മജ്‌ലിസിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. Welcome to the Khatmul Quran Majlis of MS Voice. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون. بديع السماوات والأرض وإذا قضى أمرا فإنما يقول
يقول له كن فيكون. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم. ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة
أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم
ولنا أعمالنا ولكم أعمالكم ونحن له مخلصون أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പുഴകൾക്ക് വന്നുപോയി അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ധാരാളം ഖത്മുകളൊക്കെ തീർക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ സെക്രട്ടറി നീണ്ടകാലം പരിശുദ്ധ ദീനിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് നമ്മോട് വിട പറഞ്ഞ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങിയ മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്, ആയിരക്കണക്കിന് ഫൈസി ബിരുദധാരികളായ ഉസ്താദുമാരുടെ ഉസ്താദായ, അതുപോലെ തന്നെ അൻവരിയ അറബി കോളേജിൻ്റെ മുൻകാല പ്രസിഡൻറ്റുമാരിലും അതിൻ്റെ നടത്തിപ്പുകാരിലുമൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തിയ, ഒരുപാട് കാലം അതിൻ്റെ മാർഗദർശിയായി മുന്നോട്ടുണ്ടായ അൻവരി എന്ന് പറയുന്നത് ഞാൻ ഇറങ്ങിയ കോളേജാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലയിൽ മഹാനവറുകളുടെ കരങ്ങളെത്തിയിട്ടുണ്ട്. ആ മഹാനവറുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരുടെ പേരിൽ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഓരോരുത്തരും വ്യക്തിപരമായി കൊണ്ടൊക്കെ ഖത്തമുകൾ, ദിക്ർ, സ്വലാത്തുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോലി ചെയ്യുന്ന മദ്രസയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉമ്മമാരും മക്കളൊക്കെ കൂടി 5 ഖത്തമ് ഏറ്റെടുത്ത് ഓതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും ഏറ്റെടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. യാസീനും സൂറത്തുൽ മുൽക്കും ഇഖ്ലാസും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആ മഹാനവറുകളോട് സ്നേഹമാണ്. ആ മരണപ്പെട്ടുപോയ മഹാനവറുകളുടെ പേരിൽ നമ്മളിതൊക്കെ ചൊല്ലി ഓതി അവരുടെ ദറജയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ മഹാന്മാർ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ചവരാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നല്ലേ? ആലിമിൻ്റെ മരണം ലോകത്തിൻ്റെ മരണമാണ്. ഒരു ആലിമ് മരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാലാഖമാർ സങ്കടപ്പെടും. ദുനിയാവിലുള്ള അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന സകല ജീവജാലങ്ങളും സങ്കടപ്പെടും. എന്നാലോ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ ഈ മനുഷ്യനെ വരവേൽക്കാൻ വേണ്ടി അതിയായ രീതിയിൽ അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും ഓരോ ആകാശങ്ങളിലൂടെ ആ റൂഹിനെ കൈമാറി ഏറ്റുവാങ്ങി റൂഹുകളുടെ ലോകമായ ആലമുൽ അർവാഹിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഈ റൂഹിൻ്റെ ദേഹിയായ ശരീരമായ മഹാനവറുകളുടെ മഗ്ഫിറത്തിന് വേണ്ടി ഓതുകയും ദുആ ചെയ്യുകയും ദിക്ർ ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ആ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ നാം ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ നാം ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് അവരെ പേര് ദിക്റും സ്വലാത്തും ഖുർആനൊക്കെ ഓതുന്നത്. അതുവഴി അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇരുലോകത്ത് നമ്മൾ വിജയിക്കും. അങ്ങനെ അള്ളാഹുവിനോട് മഹബത്ത് വെച്ചവരെ മഹബത്ത് വെക്കാൻ, അള്ളാഹുവിനോട് ഇഷ്ടം വെച്ചവരെ ഇഷ്ടം വെക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ, എല്ലാത്തിനും ഉപരി എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങളാരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഉമർ നബിയെ നിങ്ങളെനിക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തിരുത്തി, ഉമറെ അങ്ങനെ പറയരുത്, നിൻ്റെ ശരീരത്തെക്കാളും നിൻ്റെ ജീവനേക്കാളും എല്ലാത്തിനേക്കാളും ഉപരി നീ നിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടാലേ യഥാർത്ഥ മുഅ്മിനാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞു, നബിയെ ഇന്നു മുതൽ ഇതുവരെ ഞാൻ എൻ്റെ ശരീരത്തെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്, എന്നാൽ എൻ്റെ ശരീരത്തെക്കാൾ ഉപരി നബിയെ അങ്ങേ നാം ഇഷ്ടപ്പെടുന്നു എന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ എനിക്ക് ഖിയാമത്ത് നാൾ എന്നാണെന്ന് അറിയണം. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ഖിയാമത്തിന് വേണ്ടി നീ ഒരുക്കി കൂട്ടി വെച്ചിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞത്, ഞാൻ കൂടുതൽ ഇബാദത്തുകളൊന്നും ചെയ്തിട്ടില്ല, ഓത്തും വൈത്തും നിസ്കാരമൊക്കെ കുറവാണ്, പക്ഷേ നിങ്ങളെനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, അള്ളാഹിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയിരിക്കുമെന്ന്. ഇഷ്ടപ്പെട്ടവരെവിടെയാണ് താമസിക്കുന്നത് അവരുടെ കൂട്ടത്തിലായിരിക്കും. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ, മുത്തുനബിയെ പിൻപറ്റി ജീവിച്ചു പോന്ന ഔലിയാക്കളെ, പണ്ഡിതന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ നാം ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നാം അവരുടെ പേരിൽ ഖുർആനും ദിക്ർ സ്വലാത്ത് ചൊല്ലുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ മഹല്ലത്തിന് മരണപ്പെട്ടു പോകുന്നു, കേരളത്തിൽ എത്രയോ ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു. അവരുടെ പേരിലൊന്നും നമ്മളിതുപോലെ ഖത്മ് മജ്ലിസോ ദിക്ർ സ്വലാത്ത് ഖുർആനോത്തൊന്നും നടത്തുന്നില്ല. കാരണം നമുക്ക് അവരെ അറിയില്ല, നമ്മളവരുമായിട്ടൊരു ബന്ധമില്ല, ഇദ്ദേഹത്തെ നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹം മഹാനാണ്, ദീനിന് വേണ്ടി ദീനിനെ നിലനിർത്തുന്നതിന് കഷ്ടപ്പെട്ടവരാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അവരുടെ പേരിലൊക്കെ ഓതുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ആ ഇഷ്ടത്തിലൂടെ നാളെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ളൊരു വഴിയായിരിക്കും, ഒരു പാതയായിരിക്കും. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ അമലുകൾ, ഓത്തുകൾ, ബൈത്തുകൾ, ദിക്റുകൾ, സ്വലാത്തുകളൊക്കെ ആക്കി തരട്ടെ. ആമീൻ. കഴിയുന്ന ആളുകളൊക്കെ നിങ്ങൾ ഓതിയത് ചൊല്ലുന്നതൊക്കെ മഹാനാറുകളുടെ പേരിലൊക്കെ ഹദിയാക്കുക. അതല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലി കുറച്ച് ദിക്ർ, കുറച്ച് സ്വലാത്ത്, കുറച്ച് സൂറത്തുൽ ഇഖ്ലാസ്, പറ്റുമല യാസീന്, സൂറത്തുൽ മുൽക്ക്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായി ചെയ്ത് മഹാനാറുകൾക്ക് വേണ്ടി ദ്വാരക്കുക. അത് എന്നെ അറിയിക്കണമെന്നില്ല, നിങ്ങൾ സ്വന്തമായി ചെയ്താൽ മതി. നാം ഇന്ന് മനസ്സറിഞ്ഞ് മറ്റുള്ളവർ മരണപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളെ നമ്മളും നാളെ മരണപ്പെടേണ്ടതാണ്. നമ്മളറിയാതെ ഇന്നാലിന്നവൾ മരിച്ചു, ഇന്നാലിന്നവൻ മരണപ്പെട്ടു എന്നൊക്കെ പള്ളി മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ അള്ളാഹു നമുക്ക് തരും. അത്തരത്തിൽ തരുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ഇന്നലെ രാത്രി പുലർച്ചെ 12:45 മഹാനവറുകളെ കാണാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ മഴയാണ്. മഴയത്ത് മഴ നനഞ്ഞു നിന്ന് മഹാനവറുകളുടെ ജനാസ ഒരു നോക്ക് കാണാൻ വേണ്ടി ആൾക്കാർ തിരക്ക് കൂട്ടുകയാണ്. അതങ്ങനെ വരി ഇങ്ങനെ വന്ന് മഹാനവറുകളുടെ അവിടെ നിസ്കരിക്കാൻ എന്തോരം ആളുകളാണ്. ഞാനൊരു 4-5 മിനിറ്റ് നേരത്തെ വീഡിയോ എടുത്ത്, എന്തോരം മനുഷ്യന്മാരാണ്. 12:45 രാത്രി നട്ടപ്പാതിരക്ക് വരെ ആളുകൾ. ബാക്കിയുള്ള സമയത്തെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടാ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊത്ത് നാളെ സ്വർഗീയ ലോകത്ത് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിയാത്തുമ്മ വടകര ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിലൂടെ അൽഹംദുലില്ലാഹ് ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ യാ നാഫിയ അല്ലാഹ് എന്നുള്ള ദിക്ർ, ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ ഒരുപാട് ചൊല്ലിക്കൊണ്ട് പ്രത്യേകം എല്ലാ ആഴ്ചയിലും ചൊല്ലി മജ്ലിസിലേക്ക് വിടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട ബിയാത്തുമ്മ വടകരയും ആ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ഒരു ചൊല്ലിയതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി, രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി, അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ലോക വിജയികൾ അല്ലാഹു അവരെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവിടെ നമ്മുടെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി നൽകട്ടെ. ആമീൻ. ഖദീജ കേക്കോട്ട് ആങ്ങളയുടെ 5ാമത്തെ ആണ്ടാണ്. അബൂബക്കർ എന്നാണ് ആങ്ങളയുടെ പേര്. പ്രത്യേകം ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്ക് അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകട്ടെ. ഈ മജ്ലിസിൽ ഓതുന്നതിൻ്റെ ചൊല്ലുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ച് നൽകട്ടെ. ആമീൻ. കണ്ണൂർ പഴയങ്ങാടിയിൽ നിന്ന് സഹോദരി, മകൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഉസ്താദെ. പിത്തസഞ്ചിയിൽ കല്ലായിരുന്നു. അപ്പോൾ കല്ല് പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ടത് വന്നു. ഭർത്താവിന് കഴിഞ്ഞ റമളാനിന് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. എപ്പോഴും വീട്ടിലുള്ളവർക്ക് ഓപ്പറേഷൻ്റെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരി മകൾക്ക് അള്ളാഹു പെട്ടെന്ന് ഷിഫ നൽകി ആഫിയത്ത് ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എന്ത് പ്രയാസമാണോ വിഷമമാണോ ഷർറാണോ കുടുംബത്തിലുള്ളത് അള്ളാഹു ഒക്കെ തട്ടി നീക്കി അള്ളാഹു ഖൈർ കാവൽ റാഹത്ത് സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഭർത്താവ് നാട്ടിലാണ്, ആ ഭർത്താവിൻ്റെ ഒരു സമ്പാദ്യം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. അള്ളാഹു അവർക്ക് മനുഷ്യത്തിൻ്റെ വഴിയിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള വഴികളൊക്കെ തുറന്നു നിൽക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു സലാമത്ത് നൽകട്ടെ. ആമീൻ. ഫാത്തിമ സുഹറ ഇഖ്ലാസ് 1000, ദിക്ർ 10000, സലാത്ത് 10000 ചൊല്ലിയിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ചൊല്ലിയ ദിക്റുകളും സലാത്തുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലത്തിനും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയ ഖബറിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൈല ബീവി നെടുമ്പാശ്ശേരി, നാളെ എൻ്റെ വാപ്പാൻ്റെ ആണ്ടാണ്. 70000 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഖത്തം ഓതിയിട്ടുണ്ട്, യാസീന് സലാത്ത് ഒക്കെ ചൊല്ലിയിട്ടുണ്ട്. ദിവസവും 1000 സലാത്ത് ചൊല്ലും. അപ്പോൾ ഓരോ ആഴ്ചയിലും 7000 സലാത്ത് വെച്ച് അവർ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചുമ്മ മരണപ്പെട്ടിട്ട് 21 ദിവസമായിട്ടുള്ളൂ. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാപ്പാൻ്റെ ഖബറുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പേര് അവർ ഓതിയ ഖത്തമ് ദിക്ർ സലാത്തുകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഒക്കെ പ്രതിഫലം കണ്ട ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ കൊച്ചുമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. കൊച്ചുമ്മാൻ്റെ ഹളറത്തിലേക്ക് അവർ ചൊല്ലിയത് ഓതിയതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പ്രയാസങ്ങൾ ഖബറിലുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ നമ്മൾ ചൊല്ലിയതിൻ്റെ ഓതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്തും റാഹത്തും സമാധാനമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ ഈ വാട്സപ്പ് ഖത്തം ഖുർആൻ മജ്‌ലിസിൻ്റെ ഗ്രൂപ്പിലുള്ള റംലമ്മ കാരത്തൂർ, അവരുടെ അമ്മായിമ്മയുടെ ആണ്ട് ദിവസമാണ്. 3500 സലാത്ത്, മുൽക്ക്, യാസീന്, ദിക്ർ, ഫാത്തിഹ, ഖുർആൻ, അതുപോലെ തന്നെ ഹദിയകൾ അവരുടെ പേരിൽ സ്വതക്കളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവർ ചൊല്ലിയത് ഓതിയതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത ആ ഖബർ അള്ളാഹു റാഹത്തിന് സന്തോഷത്തിലൊക്കെ ആക്കി നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു സലാമത്ത് നൽകട്ടെ. നമ്മേവരെയും അള്ളാഹു ഒരു ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു ജുസ് ഓതി പൂർത്തിയാക്കി. നാളെ നമ്മൾ 2ാമത്തെ ജുസാണ് ഓതുന്നത്. അള്ളാഹു ഈ ഖത്തം നല്ല നിലക്ക് ഓതാനും ഒരുപാട് ഖത്തമാക്കി ഇത് പലവട്ടം ആവർത്തിച്ച് ഓതി ഖത്തമിൻ്റെ എണ്ണം കൂട്ടുവാനും ധാരാളം ഖുർആൻ ഖത്തം തീർക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഹമ്മദത്തേനും ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد
محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك سبحان المبدئ سبحان الباقي سبحان المبدئ سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനുറഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പെടൽ വന്നു വല്ല വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹു ഇതിൻ്റെയൊക്കെ മിഥില സവാബിന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ അഹ്ലുകാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിൻ്റെ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അസ്ഹാബുൽ ബദ്രീങ്ങൾ ഉഹദീങ്ങൾ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. അല്ലാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അഹ്ലു ബൈത്തിന്റെ ഒക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ, എല്ലാ ഔലിയാക്കളുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഔലിയാക്കൾ, ഞങ്ങളെ ഫാത്തിഹ ഓതിയിട്ടുള്ളതായ ഔലിയാക്കൾ, ഞങ്ങളുടെ പരിസരത്ത് അന്ത്യവിശ്രമങ്ങളുള്ള മഹാന്മാരായ ഔലിയാക്കൾ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിൻ്റെ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ, അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശുഭ നൽകണേ അല്ലാ. മനസ്സിലെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകളൊക്കെ നീക്കി നീ ഖൈറിലാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് പകർച്ചാവ്യാധികളിൽ നിന്നൊക്കെ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പല രീതിയിലുള്ള അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും അല്ലാഹു അതിനൊക്കെ ശിഫ കൽപ്പിക്കാൻ നിന്റെ അടുക്കൽ വളരെ നിസ്സാരമായ ഒരു സമയത്തിന്റെ ആവശ്യം പോലും വേണ്ടല്ല അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മഈശത്തിന്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകൾ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ജീവിതത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പെടുന്ന കഷ്ടപ്പാടുകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അബ്ബേ, വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായി മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, നിന്റെ മഹത്വം കൊണ്ട് മക്കളെ, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കൾ കാരണമായി ദുനിയാവിലെ നാളെ ആഖിറത്തിൽ വശലാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാ. ഇൽമുള്ള മക്കളാക്കണേ അല്ലാ. നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേ അല്ലാ. മുത്തുനബിനെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. സ്വലാത്ത് ചെല്ലുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് അഭിമാനം കൊള്ളാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ഉസ്താദുമാരെ ആദരിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ മക്കളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഗർഭിണികളായ സഹോദരിമാരൊക്കെ ഉണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. റബ്ബേ, നിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ, പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാ. വിവാഹം ചെയ്ത അയച്ച സ്ഥലങ്ങളിൽ മക്കൾ, പെൺമക്കൾ, അതുപോലെ തന്നെ ആൺമക്കൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. വിവാഹം ഉറപ്പിച്ചു വെച്ച മക്കളൊക്കെ ഉണ്ടല്ലാ, നല്ല നിലക്ക് അവർക്ക് കെട്ടിച്ചയക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്വം കൊണ്ട് അല്ലാ
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മ വഴിക്കും ഞങ്ങളെ ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. അവരൊക്കെ കബറിടത്തിലേക്ക് നിന്റെ മിഥിലിതവാവിനെത്തിക്കണേ അല്ലാ. റബ്ബേ, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അമ്മാശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉസ്താദുമാരെ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പലവരും മരണപ്പെട്ടു പോയവരാണ്. അല്ലാഹുവേ, അല്ലാഹു അവരുടെ ഹദ്റത്തിലേക്ക് നിന്റെ മിഥിലിതവാവിനെത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ മരിച്ചു പോയ ഖബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങളോ വിഷമങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹു നീ സലാമത്ത് നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. സന്തോഷകരമായ ഒരു ഖബർ ജീവിതം അവർക്ക് നാളെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഓർത്തുകൊണ്ട് അവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ഖബർ സന്തോഷത്തിലാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഖുർആനോ ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹു നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകളൊക്കെ ചൊല്ലി ഞങ്ങൾ അതിൻ്റെയൊക്കെ മിഥില സവാബിന് തുല്യമായ പ്രതിഫലത്തെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഇതുപോലെ നാളെ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന ഖുർആൻ ഓതുന്ന ദുആ ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹദ് കൊണ്ട് അല്ലാഹുവേ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ അല്ലാഹുവേ മർളിയായ സിയാറത്ത് മുത്തുനബിയുടെ റൗള സന്ദർശിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല അല്ലാ. പുന്നാര നബിന്റെ ചാരത്തണയാൻ ആ പച്ചക്കുബയുടെ താഴ്വാരത്തന്തി വിശ്രമം കൊള്ളുന്ന ഹബീബിന്റെ ചാരത്തൊന്ന് പോയി നിറന്ന് മനസ്സ് നിറച്ച് കണ്ണ് നിറച്ചൊന്ന് ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് സന്തോഷിച്ച് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സക്രാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. തഖബ്ബലല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകൾ, നമ്മളെ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, വല്യപ്പ, വല്യമ്മ, അങ്ങനെ സന്താനങ്ങളൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാകും. അവരുടെ ആണ്ട് ദിവസം വരുമ്പോൾ നിങ്ങൾ അറിയിക്കണം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് അവരുടെ വേണ്ടിയിട്ട് ഓതിയ മൗലൂദ് ദിക്ർ സലാത്തുകളൊക്കെ അറിയിച്ചാൽ നമ്മളെ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിരിക്കും. അതെല്ലാവരും അറിയിക്കണം, എല്ലാവരും അറിയിക്കണം. എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ആണ്ട് വരും ഞങ്ങൾ അറിയിക്കും, അപ്പം നിങ്ങളും ദുആയിരിക്കണം. അതുപോലെ നിങ്ങളെ വേണ്ടപ്പെട്ടവരെ ആണ്ട് അങ്ങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും അറിയിക്കുക. മജ്ലിസ് കൂട്ടായി കൊണ്ടാണ് ദുആയിരിക്കണം. അതുപോലെ നിങ്ങളിപ്പോൾ അറിയപ്പെടുന്ന നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ദുആവസിയത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏൽക്കണം. എന്നിട്ട് നമ്മളെ അറിയിക്കണം. നമ്മളെ മജ്ലിസിൽ വെച്ച് എല്ലാവർക്കും നമുക്ക് ദുആയിരിക്കണം. നമ്മളിങ്ങനെ ദുആയിരുന്നാലാണ് നാളെ നമുക്കൊക്കെ എന്തെങ്കിലും മരിച്ചുപോയാൽ ചെന്ന് കെടുക്കും ആരെങ്കിലും ദുആയിരിക്കുള്ളേ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുഅ്മിനീങ്ങളെ. ഈ സന്ദേശം നമ്മൾ ഈ ഖത്തമുൽ ഖുർആൻ മജ്ലിസിന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.